ഹായ് ഫ്രണ്ട്സ്, ന്യൂ SCERT സ്റ്റാൻഡേർഡ് 10-ലെ വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും എന്ന ചാപ്റ്ററിൻ്റെ പാർട്ട് 3 ക്ലാസ് ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ പാർട്ട് 1ഉം 2ഉം കാണാത്തവർ അത് കാണുക. ലിങ്ക് ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം ഈ ഒരു ക്ലാസ്സിലേക്ക് വരിക. അപ്പോൾ ഇന്ന് നമ്മൾ തുടങ്ങുന്നത് മോൾ സങ്കല്പനം മുതലാണ്. മോൾ സങ്കല്പനം അല്ലെങ്കിൽ മോൾ കൺസെപ്റ്റ് മുതലാണ്. നമ്മൾ നിത്യജീവിതത്തിൽ വസ്തുക്കൾ എണ്ണി തിട്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരുപാട് യൂണിറ്റുകൾ യൂസ് ചെയ്യാറുണ്ട് അല്ലേ. നമ്മൾ ജോഡി, ഡസൺ, ഗ്രോസ്, സ്കോർ അങ്ങനെയൊക്കെ പറയാറുണ്ട്. ഈ സ്കോർ എന്ന് പറഞ്ഞാൽ എന്താ, 20 എണ്ണത്തിനെയാണ് കേട്ടോ സ്കോർ എന്ന് പറയുന്നത്. അതുപോലെ ഗ്രോസ് എന്ന് പറയുമ്പോൾ 144 എണ്ണത്തിനെയാണ് നമ്മൾ ഗ്രോസ് എന്ന് പറയുന്നത്. 2 എണ്ണത്തിനെ ഒരു ജോഡി എന്ന് പറയില്ലേ, അതുപോലെ 144 എണ്ണമാണ് ഗ്രോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ആവശ്യമില്ല, എന്നാലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി അതിസൂക്ഷ്മ കണങ്ങളായിട്ടുള്ള ആറ്റങ്ങൾ, തന്മാത്രകൾ, അയോണുകളൊക്കെ എണ്ണി തിട്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ പറയുന്ന യൂണിറ്റുകൾ മതിയോ? ജോഡിയായിട്ടോ സ്കോറായിട്ടോ ഗ്രോസ് ആയിട്ടോ ഒക്കെ നമുക്ക് അവ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റുമോ? ഇല്ല. ശക്തി കൂടിയ ആധുനിക മൈക്രോസ്കോപ്പ് ഉപയോഗിച്ച് മാത്രമേ ഇത്തരം സൂക്ഷ്മ കണങ്ങളുടെ സാന്നിധ്യം തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ അല്ലേ. പിന്നെ എങ്ങനെയാണ് നമ്മൾ എണ്ണി തിട്ടപ്പെടുത്തുക? ഇത്രയും ചെറിയ കണികകളെ എണ്ണുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. സാധാരണ വലിപ്പമുള്ള ഒരു തുള്ളി ജലത്തിൽ, അതായത് ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഗ്ലാസ് വെള്ളം എടുക്കുകയാണെ, അതിൽ നിന്ന് നമ്മൾ കൈ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒരു തുള്ളി എടുത്ത് നമ്മുടെ ടേബിളിലേക്കോ അല്ലെങ്കിൽ ഒരു പ്ലേറ്റിലേക്കോ ജസ്റ്റ് ഒന്ന് ഉറ്റിച്ച് വയ്ക്കുകയാണ്. ആ ഒരു ഒറ്റ തുള്ളി ജലത്തിൽ തന്നെ ഏകദേശം 10⁻19 ജലതന്മാത്രകളുണ്ടെന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ അത് എണ്ണി തിട്ടപ്പെടുത്താൻ ഒരുപാട് വർഷങ്ങൾ തന്നെ വേണ്ടി വരും. മനസ്സിലാവുന്നുണ്ടോ? ഇത്തരം വലിയ സംഖ്യകളെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് മോൾ. ക്ലിയർ ആയോ? ആ യൂണിറ്റാണ് മോൾ എന്ന് പറയുന്നത്. അപ്പോൾ 6.022 × 10⁻23 കണികകൾ, അതായത് ആറ്റങ്ങൾ, തന്മാത്രകൾ, അയോണുകൾ, അതുപോലെയുള്ള കണികകൾ, അത് ഈ 6.022 × 10⁻23 കണികകൾ അടങ്ങിയ പദാർത്ഥത്തിൻ്റെ അളവിനെയാണ് എന്ത് പറയുന്നത്? ഒരു മോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരു മോൾ എന്ന് പറഞ്ഞാൽ 6.022 × 10⁻23 ആണ് വാല്യൂ. അപ്പോൾ ആ ഒരു വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അവഗാഡ്രോ നമ്പർ എന്ന് പറയുന്നത്, അവഗാഡ്രോ സംഖ്യ. അപ്പോൾ അമിഡയോ അവഗാഡ്രോ എന്ന ഇറ്റാലിയൻ ശാസ്ത്രജ്ഞന്റെ ബഹുമാനാർത്ഥമാണ് ഈ ഒരു സംഖ്യയെ അവഗാഡ്രോ സംഖ്യ എന്ന് പറയുന്നത്. 6.022 × 10⁻23 ഈ ഒരു വാല്യൂ ആണ് എന്ത്? അവഗാഡ്രോ സംഖ്യ. അവഗാഡ്രോ സംഖ്യയെ നമ്മളിത് എങ്ങനെയാണ് കാണിക്കുക? ക്യാപിറ്റൽ ലെറ്റർ N എഴുതും, അതിൻ്റെ അടിയിൽ ചെറുതായിട്ട് ക്യാപിറ്റൽ ലെറ്റർ A കൂടി എഴുതി കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ അവഗാഡ്രോ സംഖ്യ സൂചിപ്പിക്കുന്നത്. മറന്നു പോകണ്ട, ഈ ഒരു വാല്യൂ 6.022 × 10⁻23 എന്നുള്ളതാണ് ആ ഒരു വാല്യൂ. ഓക്കെ അല്ലേ? ഇനി ഇതാ അദ്ദേഹത്തിൻ്റെ പിക്ചർ അവിടെ തന്നിട്ടുണ്ട്, അമിഡയോ അവഗാഡ്രോ. ഓക്കെ, അവഗാഡ്രോ. അപ്പോൾ ഇദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥമാണ് ഈ ഒരു സംഖ്യയ്ക്ക് അവഗാഡ്രോ സംഖ്യ എന്ന് പേര് കൊടുത്തത് കേട്ടോ. ഇനി പദാർത്ഥത്തിൻ്റെ അളവിൻ്റെ SI യൂണിറ്റാണ് മോൾ എന്ന് പറയുന്നത്. പദാർത്ഥത്തിൻ്റെ അളവിൻ്റെ SI യൂണിറ്റാണ് മോൾ. നമ്മൾ ഫിസിക്സിൽ നമുക്ക് അളവുകളും യൂണിറ്റുകളും എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ പഠിക്കാനില്ലേ, അവിടെ നമ്മൾ പഠിക്കുന്നുണ്ട് അടിസ്ഥാന അളവുകളും അവയുടെ SI യൂണിറ്റുകളും എന്ന് പറഞ്ഞ് പഠിക്കുന്നുണ്ട്. അവിടെ പദാർത്ഥത്തിൻ്റെ അളവ് അല്ലെങ്കിൽ എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, മോൾ എന്നാണ് അല്ലേ, മോൾ. അപ്പോൾ അതിൻ്റെ പ്രതീകം എന്താണ്? MOL എന്നാണ് കേട്ടോ പ്രതീകം വരുന്നത്. MOL എന്നാണ് ഈ മോളിൻ്റെ പ്രതീകം, MOL. ഓക്കെ, മോൾ. അപ്പോൾ ഇതെന്താണ്? പദാർത്ഥത്തിൻ്റെ അളവാണ്, എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ്, അതിൻ്റെ SI യൂണിറ്റ് ആണ് മോൾ എന്ന് പറയുന്നത്. ഇത് ആ പദാർത്ഥത്തിലെ കണികകളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഒരു മോൾ ജലത്തിൽ 6.022 × 10⁻23 ജലതന്മാത്രകൾ ഉണ്ടായിരിക്കുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ കെമിസ്ട്രിയിൽ ഈ മോൾ സങ്കല്പനം എന്ന് പറയുന്നത് വലിയ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ്. രാസപ്രവർത്തനത്തിൽ ഉപയോഗിക്കേണ്ട അഭികാരകങ്ങളുടെയും ഉൽപ്പന്നങ്ങളുടെയും ഒക്കെ അളവ് കൃത്യമായിട്ട് തിട്ടപ്പെടുത്തുന്നതിനാണ് ഈ മോൾ എന്നൊരാശയം കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കേണ്ട അഭികാരകങ്ങളുടെയും റിയാക്റ്റൻറ്റിൻ്റെയും പ്രോഡക്റ്റിൻ്റെയും ഒക്കെ അളവ് കൃത്യമായി തിട്ടപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ മോൾ എന്ന് പറയുന്ന ഈ ഒരു യൂണിറ്റ് യൂസ് ചെയ്യുന്നത്, പദാർത്ഥത്തിൻ്റെ അളവ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇനി നോക്കിയേ, അവഗാഡ്രോ സംഖ്യ ഇവിടെ എന്താ തന്നിരിക്കുന്നത് ഒന്ന് വായിച്ചിട്ട് വരാം. ഒരു മോളിൽ അടങ്ങിയിരിക്കുന്ന കണികകളുടെ എണ്ണം 6.7 × 10⁻23 ആണെന്ന് 1908 ജീൻ പെറിൻ എന്ന ഊർജ്ജതന്ത്രജ്ഞൻ കണ്ടെത്തി. ഇത് അവഗാഡ്രോ സംഖ്യ എന്നറിയപ്പെട്ടു. അവഗാഡ്രോ സംഖ്യയുടെ വില കാലാകാലങ്ങളിൽ മാറിക്കൊണ്ടിരുന്നു. 2001 D
ബിയേവർ എന്ന ശാസ്ത്രജ്ഞൻ കൂടുതൽ കൃത്യതയോടുകൂടി കണ്ടെത്തിയ 6.022 × 10⁻23 എന്ന വിലയാണ് ഇപ്പോൾ പരിഗണിച്ചു വരുന്നത്. അപ്പോൾ അവഗാഡ്രോ സംഖ്യ എന്ന് പറയുന്നത് 6.022 × 10⁻23 ആണ്. അത് നമ്മൾ അവഗാഡ്രോയോടുള്ള, അതായത് അമിഡയോ അവഗാഡ്രോയോടുള്ള ബഹുമാനാർത്ഥമാണ് ഈ ഒരു സംഖ്യ നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നാൽ അതിൻ്റെ വാല്യൂ കൃത്യമായി തിട്ടപ്പെടുത്തിയത് ആരാണ്? ദ ബിയേവർ എന്ന് പറയുന്ന, അല്ലെ ഡി ബിയേവർ എന്നോ അങ്ങനെ എന്തെങ്കിലും വായിച്ചാൽ മതി. ഡി ബിയേവർ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത് കൃത്യതയോടുകൂടി കണ്ടെത്തിയത് 2001 കേട്ടോ. 6.022 × 10⁻23 എന്ന വില കൃത്യമായി കണ്ടെത്തിയത് ഡി ബിയേവർ എന്ന വ്യക്തിയാണ്. ഓക്കെ, ആ ഒരു വാല്യൂ ആണ് ഇപ്പോൾ നമ്മൾ പരിഗണിച്ചു വരുന്നത്. കൂടുതൽ കൃത്യതയോടും കാര്യക്ഷമമായും അളവുകൾ കണ്ടുപിടിക്കാനുള്ള നൂതന സംവിധാനങ്ങൾ, ആറ്റം ഘടനയെക്കുറിച്ചുള്ള പുതിയ കണ്ടെത്തലുകൾ, മോൾ എന്ന ആശയത്തിന്റെ പരിഷ്കരിച്ച ശാസ്ത്രീയ നിർവചനം തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിലാണ് അവഗാഡ്രോ സംഖ്യയുടെ വിലയ്ക്ക് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി നോക്കിയേ, ഈ ഒരു നമ്പറിലേക്ക് എത്തുന്നതിന് മുൻപുണ്ടായിരുന്ന ഓരോ വർഷങ്ങളിൽ കാലാകാലങ്ങളിലായി മാറി ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 2001 ഇദ്ദേഹം നമ്മൾ പറഞ്ഞ എന്താണ് ഡി ബിയേവർ കണ്ടെത്തിയ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു വാല്യൂ 6.022 × 10⁻23 എന്ന വാല്യൂ ആണ് ഇപ്പോൾ നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് 1908 മുതൽ 2001 വരെ ഓരോരുത്തരും പല എക്സ്പെരിമെൻറ്റിലൂടെ കണ്ടെത്തിയ വാല്യൂസ് ആണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ ആ വാല്യൂസ് ഒന്നും നിങ്ങൾ പഠിച്ചു വയ്ക്കേണ്ട, ജസ്റ്റ് പെറിൻ്റെ വാല്യൂ മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. 6.7 × 10⁻23 എന്നുള്ളതായിരുന്നു അത് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പെറിൻ എന്ന ശാസ്ത്രജ്ഞൻ കണ്ടെത്തിയ വാല്യൂ. പിന്നെ 2001 വന്നപ്പോൾ അത് 6.022 × 10⁻23 എന്ന് പറയുന്ന ആ ഒരു മാറി വന്ന വിലയായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ആ ഒരു വാല്യൂ ആണെന്നുള്ളത് ഓർത്ത് വെച്ചേക്കാം. ഓക്കെ, ഇനി റിലേറ്റീവ് ആറ്റോമിക് മാസ് ആൻഡ് മോൾ, ആപേക്ഷിക ആറ്റോമിക മാസും മോളും. ഈ ആപേക്ഷികം എന്ന വാക്ക് കാണുമ്പോൾ നമ്മൾ ഓർക്കുക, അത് എന്തോ ഒന്നുമായിട്ട് കമ്പയർ ചെയ്തിട്ട് പറയുന്ന വാല്യൂ ആണെന്നുള്ളത് ഓർക്കുക. റിലേറ്റീവ് ആണ്. ഓക്കെ, മറ്റെന്തോ ഒന്നുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്ന വാല്യൂസിനെയാണ് ആപേക്ഷികം അല്ലെങ്കിൽ റിലേറ്റീവ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നോക്കാം, ഒരാറ്റത്തിൻ്റെ മാസ് മറ്റൊരാറ്റത്തിൻ്റെ മാസുമായിട്ട് താരതമ്യം ചെയ്തിട്ടാണ് ഇവിടെ ഈ ഒരു റിലേറ്റീവ് ആറ്റോമിക് മാസ് പറയുന്നത്. ഒരു ആറ്റത്തിൻ്റെ മാസ് മറ്റൊരു ആറ്റത്തിൻ്റെ മാസുമായി താരതമ്യം ചെയ്ത് ഒന്ന് മറ്റേതിൻ്റെ എത്ര മടങ്ങാണ് എന്ന് പ്രസ്താവിക്കുന്നതാണ് ആപേക്ഷിക ആറ്റോമിക മാസ്. അപ്പോൾ ആപേക്ഷികം എന്ന വാക്ക് കേൾക്കുമ്പോഴേ നമ്മൾ ആലോചിക്കണം മറ്റെന്തോ ഒന്നുമായിട്ട് കമ്പയർ ചെയ്തിട്ടാണ് പറയുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഒരാറ്റത്തിൻ്റെ മാസ് മറ്റൊരാറ്റത്തിൻ്റെ മാസുമായി താരതമ്യം ചെയ്ത് ഒന്ന് മറ്റേതിൻ്റെ എത്ര മടങ്ങാണ് എന്ന് പ്രസ്താവിക്കുന്ന രീതിയാണ് ആപേക്ഷിക ആറ്റോമിക മാസ്. അപ്പോൾ ഒരു കാർബൺ 12 ആറ്റത്തിൻ്റെ മാസിൻ്റെ 12 ഒരു ഭാഗത്തെ ഒരു യൂണിറ്റായി പരിഗണിച്ച് അതിൻ്റെ എത്ര മടങ്ങാണ് ഒരു മൂലക ആറ്റത്തിൻ്റെ മാസ് എന്ന് പ്രസ്താവിക്കുന്നതാണ് അതിൻ്റെ ആറ്റോമിക മാസ്. അപ്പോൾ ആറ്റോമിക മാസ് എപ്പോഴും പ്രസ്താവിക്കുന്നത് എന്തുമായി കമ്പയർ ചെയ്തിട്ടാണ്? ഒരു കാർബൺ ആറ്റത്തിൻ്റെ മാസിനെ 1 ഭാഗവുമായിട്ട് താരതമ്യപ്പെടുത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആറ്റോമിക മാസ് പ്രസ്താവിക്കുന്നത്. ഒരു കാർബൺ 12 ആറ്റത്തിൻ്റെ മാസിൻ്റെ 1 ഭാഗത്തെ ഒരു യൂണിറ്റായി പരിഗണിച്ച് അതിൻ്റെ എത്ര മടങ്ങാണ് ഒരു മൂലക ആറ്റത്തിൻ്റെ മാസ് എന്ന് പ്രസ്താവിക്കുന്നതാണ് ആറ്റോമിക മാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മാസിനെ ഏകീകൃത മാസ് അല്ലെങ്കിൽ യൂണിഫൈഡ് മാസ് എന്നാണ് വിളിക്കുന്നത്. മനസ്സിലായോ? കാർബൺ 12 ആറ്റം മാസിനെ അത് 12 ഭാഗങ്ങളായി തിരിച്ച് അതിലൊരു ഭാഗം, അതായത് ഒരു യൂണിറ്റ്, അതിനൊരു യൂണിറ്റായി പരിഗണിച്ച് അതിൻ്റെ എത്ര മടങ്ങാണ് നമ്മൾ കമ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആറ്റത്തിൻ്റെ മാസ് എന്ന് പ്രസ്താവിക്കുന്നതാണ് ആറ്റോമിക മാസ്. ഇതിനെയാണ് എന്ത് പറയുക? ഏകീകൃത മാസ് അല്ലെങ്കിൽ യൂണിഫൈഡ് മാസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ ഇത്രയും കാര്യങ്ങൾ? ഐസോടോപ്പുകളുടെ സാന്നിധ്യം പരിഗണിച്ച്, എന്താ ഈ ഐസോടോപ്പ് എന്ന് പറയുന്നത്? സെയിം ആറ്റോമിക നമ്പറും ഡിഫറെൻറ്റ് മാസ് നമ്പറും ഉള്ളതാണ് അല്ലേ ഐസോടോപ്പുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഐസോടോപ്പുകളുടെ സാന്നിധ്യം പരിഗണിച്ച് ശരാശരി ആറ്റോമിക മാസ് കണക്കാക്കുമ്പോൾ ആറ്റോമിക മാസ് ദശാംശ സംഖ്യകളായിട്ടാണ് വരാറ്, ഡെസിമൽസ് ആയിട്ടാണ് മിക്കവാറും വരാറ്. ഇവിടെ ഈ ടേബിളിൽ കാണിച്ചതുപോലെ ആറ്റോമിക മാസ് ഇങ്ങനെ ഡെസിമൽ ആയിട്ടാണ് കിട്ടുക. ഐസോടോപ്പുകൾ ഒരാറ്റത്തിന് തന്നെ ഒരുപാട് ഐസോടോപ്പുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഐസോടോപ്പുകളുടെയൊക്കെ പരിഗണിച്ചാൽ അതിൻ്റെയൊക്കെ സാന്നിധ്യം പരിഗണിച്ചുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ശരാശരി ആറ്റോമിക മാസമാണ് നമ്മൾ എടുക്കുക. ഓരോന്നായിരിക്കുമല്ലോ ഐസോടോപ്പുകൾക്ക്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ശരാശരി ആറ്റോമിക മാസമാണ് നമ്മൾ കണക്കാക്കിയിട്ട് ഈ ഒരു ആറ്റോമിക മാസ് കണക്കാക്കാൻ വേണ്ടി എടുക്കുന്നത്. പക്ഷേ അത് ദശാംശ സംഖ്യയായിട്ട് കിട്ടുന്ന കാരണം നമ്മൾ എന്ത് ചെയ്യും? ഇത് പ്രാക്ടിക്കൽ ആവശ്യങ്ങൾക്കൊക്കെ വരുമ്പോൾ അതൊരു പൂർണ്ണസംഖ്യയായിട്ട് റൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുക. അപ്പോൾ നോക്കിയാൽ ഹൈഡ്രജൻ നമുക്കറിയാം പ്രോട്ടിയം, ഡ്യൂറ്റീരിയം,
ട്രിഷ്യം എന്ന് പറഞ്ഞിട്ട് കുറേ ഐസോട്ടോപ്പ് 3 ഐസോട്ടോപ്പ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ശരാശരി ആറ്റോമിക മാസ് എടുത്തു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഡെസിമൽ വാല്യൂ ആണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ ഈ ഡെസിമൽ വാല്യൂസ് വെച്ച് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് അതിൻ്റെ ആപേക്ഷിക ആറ്റോമിക മാസ് കാർബണുമായിട്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ആപേക്ഷിക ആറ്റോമിക മാസ് 1 എന്ന രീതിയിൽ നമ്മൾ റൗണ്ട് ചെയ്തിട്ട് എടുക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഓക്സിജൻ ആണെങ്കിൽ 15.9994 എന്നാണ്. അപ്പോൾ അത് റൗണ്ട് ചെയ്ത് 16 ആയിട്ട് എടുത്തു. സോഡിയം ആണെങ്കിൽ 23 ആയി, കാർബണിൻ്റെ 12 ആയി, നൈട്രജൻ ആണെങ്കിൽ 14. അപ്പോൾ ഈ പറയുന്ന റൗണ്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ പൂർണ്ണസംഖ്യകളുടെ വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ചെയ്യുക. നമ്മൾ പറഞ്ഞു ആറ്റോമിക മാസ് ഭിന്നസംഖ്യ ആയിട്ടാണ് വരിക അല്ലേ. നമ്മുടെ ഐസോടോപ്പുകളുടെയൊക്കെ പ്രസൻസ് ഉള്ള കാരണം നമ്മൾ അതിൻ്റെ ശരാശരിയൊക്കെ എടുത്ത് വരുമ്പോൾ ആറ്റോമിക മാസ് മിക്കവാറും ഭിന്നസംഖ്യ ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷനാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് തന്നിരിക്കുന്നത്. ഒന്നുകൂടി നോക്കാം. ആറ്റോമിക മാസ് ഭിന്നസംഖ്യ ആകാനുള്ള കാരണം എന്താണ്? മൂലകങ്ങളുടെ ആറ്റോമിക മാസ് പ്രസ്താവിക്കുമ്പോൾ അവയുടെ ഐസോടോപ്പുകളുടെ മാസ് പ്രകൃതിയിലെ സാന്നിധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരിഗണിച്ച് ശരാശരി മാസ് കണക്കാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. അപ്പോൾ അതിനുള്ള 1-2 എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇവിടെ നിയോണിൻ്റെ ഐസോടോപ്പുകളായിട്ടുള്ള നിയോൺ 20, നിയോൺ 21, നിയോൺ 22 ഇതൊക്കെ നിയോണിൻ്റെ പ്രധാനപ്പെട്ട ഐസോടോപ്പുകളാണ്. അപ്പോൾ നിയോൺ 20 എന്ന് പറയുന്നത് നമ്മളുടെ ഒരു 100 നിയോൺ ആറ്റങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൽ 90.48% എന്താണ് നിയോൺ 20 എന്ന് പറയുന്ന ഈ ഒരു ഐസോടോപ്പ് ആയിരിക്കും. ഇനി നിയോണിൻ്റെ 100 ആറ്റങ്ങൾ എടുക്കുകയാണെങ്കിൽ അതിൽ 0.27% ആണ് നിയോൺ 21ൻ്റെ ആ ഒരു ഐസോടോപ്പ് ഉള്ളത്. നിയോൺ 22 ആണ് എടുക്കുന്നതെങ്കിൽ നമ്മൾ 100 ആറ്റങ്ങൾ എടുക്കുമ്പോൾ അതിൽ 9.25% മാത്രമായിരിക്കും എന്ത് നിയോൺ 22 എന്ന് പറയുന്ന ഐസോടോപ്പ് ഉള്ളത്. അതായത് ഐസോടോപ്പിക് അബണ്ടൻസ് ആണ് ഈ പെർസെൻറ്റേജിൽ കാണിച്ചിരിക്കുന്നത്. 100 ആറ്റങ്ങൾ എടുക്കുമ്പോൾ അതിൽ എന്തോരം ആ ഒരു മൂലകത്തിൻ്റെ ഐസോടോപ്പ് ഉണ്ട് എന്ന രീതിയാണ് കാണിച്ചിരിക്കുന്നത്. എന്നിട്ട് അവയുടെ ശരാശരി ആറ്റോമിക മാസ് കാണും. ഈ ശരാശരി ആറ്റോമിക മാസാണ് എന്താ ഇവിടെ തന്നിരിക്കുന്നത്. കണ്ടോ, നിയോണിൻ്റെ ശരാശരി ആറ്റോമിക മാസാണ് 20.18 യൂണിഫൈഡ് മാസമായിട്ട് തന്നിരിക്കുന്നത്. അതുപോലെ ക്ലോറിൻ 35, ക്ലോറിൻ 35ഉം ക്ലോറിൻ 37ഉം ഒക്കെയാണ് ക്ലോറിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഐസോടോപ്പുകൾ. അപ്പോൾ അതിൻ്റെ പെർസെൻറ്റേജ് തന്നിരിക്കുന്നത് കണ്ടോ, 100 ക്ലോറിൻ ആറ്റങ്ങൾ എടുക്കുമ്പോൾ അതിൽ 75%ഉം ക്ലോറിൻ 35 ആയിരിക്കും. അതുപോലെ 25% ആയിരിക്കും ക്ലോറിൻ 37 എന്ന് പറയുന്നത്. അതിൻ്റെ ശരാശരി ആറ്റോമിക മാസ് എടുക്കുന്നു. അപ്പോഴും നമുക്ക് ഡെസിമൽ നമ്പറാണ് കിട്ടുന്നത്. അത്രയും യൂണിഫൈഡ് മാസാണ്. അപ്പോൾ ഇത്തരത്തിൽ ശരാശരി ആറ്റോമിക മാസ് എടുക്കുന്നത് കൊണ്ടാണ് മിക്ക മൂലകങ്ങളുടെയും ആറ്റോമിക മാസ് എന്ന് പറയുന്നത് ഭിന്നസംഖ്യ ആയിട്ട് ഈ കാണിച്ചിരിക്കുന്ന പോലെ വന്നിരിക്കുന്നത്. മനസ്സിലായല്ലോ? അത് റൗണ്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ ആപേക്ഷിക ആറ്റോമിക മാസ് ഈ ഒരു ബോക്സിൽ കണ്ടോ ഈ രീതിയിലേക്ക് എടുത്തിരിക്കുന്നത്. ഓക്കെ അല്ലേ ഇത്രയും ഭാഗം? ഇനി ഇവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട്, നോക്കാം. മൂലകം ആപേക്ഷിക ആറ്റോമിക മാസ്, ഗ്രാം ആറ്റോമിക മാസ്, മോൾ ആറ്റങ്ങളുടെ എണ്ണം, ആറ്റങ്ങളുടെ എണ്ണം. നോക്കട്ടോ. കോപ്പറിൻ്റെ ആപേക്ഷിക ആറ്റോമിക മാസ്, അതായത് ഐസോടോപ്പുകളൊക്കെ എടുത്ത് അതിൻ്റെ ആവറേജ് കണ്ടുപിടിച്ചിട്ട് ആപേക്ഷിക ആറ്റോമിക മാസ് ഒരു ഡെസിമൽ നമ്പറായിട്ട് കിട്ടി 63.5 എന്നാണ് കിട്ടിയിരിക്കുന്നത്. അതിൻ്റെ ആപേക്ഷിക ആറ്റോമിക മാസാണ്. ഓക്കെ, ആപേക്ഷിക ആറ്റോമിക മാസിന് യൂണിറ്റ് ഉണ്ടായിരിക്കുമോ? ഇല്ല അല്ലേ. യൂണിറ്റുകൾ ആപേക്ഷികം എന്ന് പറയുമ്പോൾ അതിനൊരിക്കലും യൂണിറ്റ് ഉണ്ടായിരിക്കില്ല. ആപേക്ഷിക ആറ്റോമിക മാസ് 63.5 ആണ്. ഇനി അതിനെ നമ്മൾ ഗ്രാം ആറ്റോമിക മാസിലേക്ക് ചേർക്കുക എന്ന് പറയുമ്പോൾ ആ വാല്യൂവിൻ്റെ കൂടെ ഗ്രാമിൻ്റെ ആ ഒരു ഇൻഡിക്കേഷൻ കൂടി ഇട്ട് കൊടുത്താൽ മതി. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ സിങ്ക് 65.3 ആപേക്ഷിക മാസമുള്ള ആ ഒരു സിങ്കിൻ്റെ ഗ്രാം ആറ്റോമിക മാസ് എത്രയാണെന്ന് ചോദിച്ചാൽ 65.3 ഗ്രാം ആണ്. അലൂമിനിയം 27 ആണ്, അതിൻ്റെ ഗ്രാം ആറ്റോമിക മാസ് 27 ഗ്രാം ആണ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്രയും എന്ന് പറയുന്ന അല്ലെ കോപ്പറിലെ 63.5 ഗ്രാം എന്ന് പറയുന്നത് എന്താണ്? അവിടെ മോൾ ആറ്റങ്ങളുടെ എണ്ണം എന്നത് 1 ആണ്. മനസ്സിലാവുന്നുണ്ടോ? മോൾ ആറ്റങ്ങളുടെ എണ്ണം 1 ആണ്. അവിടെയുള്ള ആ ഒരു മോൾ ആറ്റങ്ങളിലെ ആറ്റങ്ങളുടെ എണ്ണം നമ്മൾ തിട്ടപ്പെടുത്തുന്നത് എങ്ങനെയാണ്? അവഗാഡ്രോ നമ്പർ യൂസ് ചെയ്തിട്ടാണ്. 6.022 × 10⁻23 എന്ന ലേറ്റസ്റ്റ് വാല്യൂ യൂസ് ചെയ്തിട്ടാണ്. ക്ലിയർ അല്ലേ പറയുന്നത്? ഓക്കെ, അപ്പോൾ സിങ്ക് എന്ന് പറയുന്നത് 65.3 ഗ്രാം ആറ്റോമിക മാസ് ആണ്. അപ്പോൾ അവിടെ മോളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 1 ആണ്. അതിലെ ആറ്റങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് എന്താണ്? 6.022 × 10⁻23 എന്താണ്? സിങ്ക് ആറ്റങ്ങളായിരിക്കും അവിടെ ഉണ്ടാവുക. ഓക്കെ അല്ലേ? അപ്പോൾ ആ രീതിയിൽ നമുക്ക് ആ ഒരു ബോക്സിൽ നിന്ന് കിട്ടും. ആപേക്ഷിക ആറ്റോമിക മാസ് കാണാൻ അറിയാം. ഇനി അതെന്ന് പറഞ്ഞാൽ ആവറേജ് ആയിട്ട് എടുക്കുന്നതാണ്. നമ്മൾ പ്രോബ്ലത്തിലൊന്നും അങ്ങനെ കാണേണ്ട ആവശ്യമില്ല. ആപേക്ഷിക ആറ്റോമിക മാസ്, പിന്നെ ഗ്രാം ആറ്റോമിക മാസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ ഗ്രാം ഇട്ട് കൊടുക്കുക. അത്രയും എന്ന് പറയുന്നത് എന്താണ്? ഈ ശരാശരി കണ്ട് അതിൻ്റെ ആപേക്ഷിക ആറ്റോമിക മാസ്, പിന്നെ ഗ്രാം ആറ്റോമിക മാസ്, അത്രയും എന്ന് പറയുന്നത് എന്താണ്? ഒരു മോൾ ആറ്റങ്ങളുടെ എണ്ണമാണ് പറഞ്ഞിരിക്കുന്നത്. മോൾ ആറ്റങ്ങളുടെ എണ്ണം, പിന്നെ അതിലെ ആറ്റങ്ങളുടെ എണ്ണം, ഒരു മോൾ ആറ്റത്തിൽ വരുന്ന ആറ്റങ്ങളുടെ എണ്ണമാണ് എന്ത്? 6.022 × 10⁻23 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇവിടെ നോക്കി, ഒരു മൂലകത്തിൻ്റെ ആപേക്ഷിക ആറ്റോമിക മാസിൻ്റെ അത്രയും ഗ്രാം അളവിൽ ആ മൂലകം എടുത്താൽ കണ്ടോ
ഇപ്പോൾ 14 എന്ന് പറയുന്നത് ആപേക്ഷിക ആറ്റോമിക മാസാണ് നൈട്രജൻ്റെ. അത്രയും അളവിൽ അല്ലെ അത്രയും ഗ്രാം അളവിൽ 14 ഗ്രാം അളവിൽ ആ ഒരു നൈട്രജൻ എന്ന മൂലകം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ 6.022 × 10⁻23 ആറ്റങ്ങൾ ഉണ്ടായിരിക്കും എന്നാണ് ഈ പറഞ്ഞു വന്നത്. മനസ്സിലായോ? അല്ലെങ്കിൽ നോക്കിയേ 27 ഗ്രാം അളവിൽ നമ്മൾ അലുമിനിയം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ 6.022 × 10⁻23 ആറ്റങ്ങൾ ഉണ്ടായിരിക്കും. 65.3 ഗ്രാം സിങ്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ആ സിങ്ക് എന്ന് പറയുന്ന മൂലകത്തിനുള്ളിൽ 6.022 × 10⁻23 ആറ്റങ്ങൾ ഉണ്ടായിരിക്കും. ക്ലിയർ അല്ലേ? ഇനി ഈ മാസ് ഗ്രാം ആറ്റോമിക മാസ് എന്നാണ് അറിയപ്പെടുന്നത്. ഒരു ഗ്രാം ആറ്റോമിക മാസിൽ 1 മോൾ ആറ്റങ്ങൾ ഉണ്ടായിരിക്കും. 1 ഗ്രാം ആറ്റോമിക മാസ്. അപ്പോൾ നോക്കിയേ, ആപേക്ഷിക ആറ്റോമിക മാസിൻ്റെ കൂടെ നമ്മൾ ഗ്രാം എന്ന് പറയുന്ന ആ ഒരു സിമ്പൽ കൂടി ഇട്ട് കൊടുത്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഗ്രാം ആറ്റോമിക മാസ് കിട്ടി. ഗ്രാം ആറ്റോമിക മാസ്. ഈ ഗ്രാം ആറ്റോമിക മാസിൽ 1 മോൾ ആറ്റങ്ങൾ ഉണ്ടായിരിക്കും. ഈ 1 മോൾ ആറ്റത്തിൻ്റെ ഉള്ളിൽ എന്താണ് 6.022 × 10⁻23 എന്ന അളവിലാണ് ആറ്റങ്ങളുടെ എണ്ണം ഉണ്ടായിരിക്കുക. ഇപ്പോൾ ഗ്രാം ആറ്റോമിക മാസിനെ നമുക്ക് GAM എന്ന് റെപ്രസെൻ്റ് ചെയ്യാം കേട്ടോ. ഗ്രാം ആറ്റോമിക മാസ്. ആപേക്ഷിക ആറ്റോമിക മാസ് കണ്ടിട്ട് അതിൻ്റെ കൂടെ ഗ്രാമിൻ്റെ ആ ഒരു സിമ്പൽ ഇട്ട് കൊടുത്താൽ മാത്രം മതി. അതെന്താണ്? GAM നമുക്ക് കിട്ടും. ഗ്രാം ആറ്റോമിക മാസ് നമുക്ക് കിട്ടും. ഇപ്രകാരം വ്യത്യസ്ത പദാർത്ഥങ്ങളുടെ 1 മോൾ ആറ്റം എടുത്താൽ അവയിലെ ആറ്റങ്ങളുടെ എണ്ണം തുല്യമാണെങ്കിലും അളവ് വ്യത്യാസപ്പെടാനുള്ള കാരണം എന്തായിരിക്കും? ഇവിടെ കണ്ടോ, ഈ ഒരു ബോക്സ് എടുത്തപ്പോൾ നമ്മളിവിടെ കണ്ടു എന്താണ്? ഇവിടെ ആറ്റങ്ങളുടെ എണ്ണം എല്ലാം സെയിം തന്നെയാണ്. ആറ്റങ്ങളുടെ എണ്ണം എല്ലാം എന്താണ്? സെയിം ആയിട്ടാണ് വന്നിരിക്കുന്നത്. വ്യത്യസ്ത പദാർത്ഥങ്ങളുടെ 1 മോൾ ആറ്റം എടുത്താൽ അവയിലെ ആറ്റങ്ങളുടെ എണ്ണം തുല്യമാണ്. 6.022 × 10⁻23 ആണെങ്കിലും അളവ് വ്യത്യാസമാകാനുള്ള കാരണം എന്തായിരിക്കും? എന്താണ്? വ്യത്യസ്ത വലിപ്പമുള്ള ആറ്റങ്ങളാണ്. ഓരോ ആറ്റങ്ങളും വലിപ്പത്തിൽ വ്യത്യാസവും കാണിക്കുന്നുണ്ട്. ആറ്റങ്ങളുടെ വലിപ്പത്തിലുള്ള വ്യത്യാസം കാരണമാണ് ഒരേ എണ്ണമായിരുന്നിട്ടും അവയുടെ അളവിൽ എന്ത് വരുന്നത്? വ്യത്യാസം വരുന്നത്. മനസ്സിലായല്ലോ? ക്ലിയർ ആണല്ലോ ഈ ഭാഗം? ഓരോ ആറ്റത്തിലും എന്തുണ്ട്? വലിപ്പത്തിലുള്ള വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഒരേ എണ്ണമായിരുന്നിട്ടും അളവിൽ വ്യത്യാസം വന്നിരിക്കുന്നത്. ഓക്കെ. ഇനി അടുത്തതായി ഇവിടെ ഒരു ബോക്സ് വന്നിട്ടുണ്ട്, വായിക്കാം. ഡാൾട്ടനെ കുറിച്ചാണ്. ആറ്റോമിക മാസ് പ്രസ്താവിക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് ഡാൾട്ടൺ. ആറ്റോമിക മാസ് പ്രസ്താവിക്കാൻ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റാണ് ഡാൾട്ടൺ. 1993 IUPAC ഏകീകൃത മാസ് യൂണിറ്റിന് സമാനമായ ഒരു SI ഇതര യൂണിറ്റ് ഡാൾട്ടൺ മുന്നോട്ട് വെച്ചത്. ഡാൾട്ടൺ എന്നുള്ളത് DA എന്ന പ്രതീകം കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഉദാഹരണമായിട്ട് ഒരു ഹൈഡ്രജൻ്റെ ആറ്റോമിക മാസ് 1.008 ഡാൾട്ടൺ എന്ന രീതിയിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഡാൾട്ടൺ എന്ന് പറയുന്നത് ഒരു വാല്യൂ ആണ്. ആറ്റോമിക മാസ് പ്രസ്താവിക്കാൻ ഉപയോഗിക്കുന്ന ഈ ഒരു യൂണിറ്റാണ് ഈ ഡാൾട്ടൺ എന്ന് പറയുന്നത്. 1993 IUPAC എന്ത് ചെയ്തു? ഏകീകൃത മാസ് യൂണിറ്റിന് സമാനമായിട്ടുള്ള ഒരു SI ഇതര യൂണിറ്റ്. SI യൂണിറ്റ് ആണോ? അല്ല, SI ഇതര യൂണിറ്റാണ് ഈ ഡാൾട്ടൺ എന്ന് പറയുന്നത്. അങ്ങനെ DA എന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഡാൾട്ടൺ എന്താണെന്നുള്ളത് മനസ്സിലാക്കി. ഇനി അടുത്തൊരു ബോക്സ്, മോളാർ മാസ്. എന്താണ് മോളാർ മാസ് എന്ന് പറയുന്നത് നോക്കാം. മോളാർ മാസ് ആണ് ഇന്ന് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ. ഒരു തന്മാത്രയിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ ആകെ മാസിനെ മോളിക്കുലാർ മാസ് എന്നാണ് പറയുന്നത്. ഒരു തന്മാത്രയിൽ അടങ്ങിയിരിക്കുന്ന ആറ്റങ്ങളുടെ ആകെ മാസിനെ മോളിക്കുലാർ മാസ് എന്നറിയപ്പെടുന്നു. ഉദാഹരണമായിട്ട് കാർബൺ ഡയോക്സൈഡിൻ്റെ മോളിക്കുലാർ മാസ് കണക്കാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഓക്സിജൻ്റെ ആറ്റോമിക മാസ് അറിയണം, കാർബണിൻ്റെയും ആറ്റോമിക മാസ് അറിയണം. ഇവിടെ പ്രോബ്ലത്തിൽ നമുക്ക് ആറ്റോമിക മാസ് തന്നിട്ടുണ്ട്. ഓക്സിജൻ്റെ ആറ്റോമിക മാസ് എന്ന് പറയുന്നത് 16 ആണെന്നും കാർബൺ ഡയോക്സൈഡിൻ്റെ 12 ആണെന്നും തന്നിട്ടുണ്ട്. നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്താണ്? മോളിക്കുലാർ മാസാണ്. അപ്പോൾ മോളിക്കുലാർ മാസ് കണ്ടുപിടിക്കണമെങ്കിൽ ഇപ്പോൾ ഈ കാർബൺ ഡയോക്സൈഡിൻ്റെ മോളിക്കുലാർ മാസാണ് കണക്കാക്കേണ്ടതെങ്കിൽ അതിലെ ഉള്ള ആറ്റങ്ങൾ, ഇപ്പോൾ അതിലുള്ള കാർബൺ ആറ്റങ്ങൾ, ഓക്സിജൻ ആറ്റങ്ങൾ, അവയുടെയൊക്കെ ആകെ മാസ് കാൽക്കുലേറ്റ് ചെയ്യണം. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ മോളിക്കുലാർ മാസ് എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഒരു കാർബൺ ഡയോക്സൈഡും 2 ഓക്സിജനും ആണ് ഉള്ളത്. CO2ൽ ഒരു കാർബൺ ഡയോക്സൈഡും 2 ഓക്സിജനും അല്ലേ ഉള്ളത്? ഓക്കെ. അപ്പോൾ കാർബണിൻ്റെ ആറ്റോമിക മാസ് നമുക്ക് തന്നിട്ടുണ്ട് 12 ആണ്. അപ്പോൾ 1 × 12 പ്ലസ് പിന്നെന്താ 2 ഓക്സിജൻ ഇല്ലേ ഇതിനകത്ത്? 2 ഓക്സിജൻ ഉണ്ട്. 2 × 16. അപ്പോൾ രണ്ടോട് ആഡ് ചെയ്ത് കഴിയുമ്പം 44 ആണ് കാർബൺ ഡയോക്സൈഡിൻ്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത നോക്കിയേ,
ഓക്സിജൻ്റെ രാസസൂത്രം O2 ആണെന്ന് നമുക്കറിയാം അല്ലേ. ഇനി O2 എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, 2 ഓക്സിജൻ ഉണ്ട്. അപ്പോൾ നോക്കിയേ, ഇവിടെ ഓക്സിജൻ്റെ ആറ്റോമിക മാസ് 16 ആണെന്ന് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ 2 × 16 32 ആണ് O2ൻ്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. ഇനി അമോണിയ NH3 ആണ്. ഒരു നൈട്രജനും ഉണ്ട്, 3 ഹൈഡ്രജനും ഉണ്ട്. അപ്പോൾ നൈട്രജൻ്റെ ആറ്റോമിക മാസ് എന്ന് പറയുന്നത് 14 ആണ്. 14 × 1 14 കിട്ടി. പ്ലസ് 3 ഹൈഡ്രജൻ ഉണ്ട് അല്ലേ. ഒരു ഹൈഡ്രജൻ്റെ ആറ്റോമിക മാസ് 1 ആണെങ്കിൽ 3 ഹൈഡ്രജൻ്റെ ആറ്റോമിക മാസ് 3 ആയിരിക്കും. 14ഉം 3യും കൂടെ ആഡ് ചെയ്യുമ്പോൾ 17 എന്ന വാല്യൂ കിട്ടും. ഇനി H2O, H എത്ര എണ്ണം ഉണ്ട്, 2 എണ്ണം ഉണ്ട്. അപ്പോൾ 2 × 1 അല്ലേ. 2 ആണെന്ത്, 2 ആണ് ഇവിടുത്തെ എണ്ണമാണ് സൂചിപ്പിക്കുന്നത്. ഈ 1 എന്ന് പറയുന്നത് ഹൈഡ്രജൻ്റെ ആറ്റോമിക മാസ് ആണ്. അതിൻ്റെ കൂടെ എന്തുകൂടി ആഡ് ചെയ്യണം, ഓക്സിജൻ. ഒരു ഓക്സിജൻ അല്ലേ ഉള്ളൂ. ഓക്സിജൻ്റെ ആറ്റോമിക മാസ് 16 ആണ്. അപ്പോൾ ജലത്തിൻ്റെ H2Oയുടെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് 16 + 2 18 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ. ഇനി ഗ്ലൂക്കോസിൻ്റെ PYQ ആണ് കേട്ടോ. ഗ്ലൂക്കോസ് C6H12O6. അപ്പോൾ കാർബണിൻ്റെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കാർബണിൻ്റെ 12 ആണ്. 12 എന്ന് പറയുന്നതാണ് അതിൻ്റെ ആറ്റോമിക മാസ്. അത് × 6 ചെയ്യണം. പ്ലസ് ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ 1 ആണ്. 1 × 12 ചെയ്യണം. പ്ലസ് ഓക്സിജൻ്റെ എണ്ണം 6 ആണ്. 6 × 16 ചെയ്യണം. 16. ഇത്രയും ചെയ്യുമ്പോൾ നമുക്ക് വാല്യൂ എത്ര കിട്ടും, 12 × 6 72 ആണ്. 72 + 12 + 16 × 6 96 ആണ്. അപ്പോൾ നമുക്ക് 180 എന്നാണ് വാല്യൂ കിട്ടുക. ഇവിടെ 180 എന്നാണ് വാല്യൂ കിട്ടുക. ഗ്ലൂക്കോസിൻ്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് 180 ആണ്. ഇനി സൾഫ്യൂരിക് ആസിഡ് H2SO4. H2SO4 എന്ന് പറയുമ്പം ഹൈഡ്രജൻ്റെ നമുക്കറിയാം എത്രയാണ്, 1 ആണ്. അപ്പോൾ 1 × 2 2 എന്ന് കിട്ടി. സൾഫറിൻ്റെ നമുക്കിവിടെ തന്നിട്ടുണ്ട് എത്രയാണ്, 32 ആണ്. സൾഫർ ഒന്നല്ലേ ഉള്ളൂ. അപ്പോൾ 2 + 32 ആയി. പിന്നെ ഓക്സിജൻ്റെ 16 ആണെന്ന് നമുക്കറിയാം. 16 × 4 എത്ര കിട്ടും, 64 കിട്ടും. അപ്പോൾ ഈ വാല്യൂ എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് സൾഫ്യൂരിക് ആസിഡിൻ്റെ മോളിക്കുലാർ മാസ് 98 എന്ന് കിട്ടും. ഓക്കെ. ഇനി നൈട്രജൻ്റെ നമുക്ക് അവിടെ തന്നിട്ടുണ്ട് എത്രയാണ് വാല്യൂ, നൈട്രജൻ 14 ആണ് ആറ്റോമിക മാസ്. 14 × 2 28 ആണ് ഇവിടുത്തെ വാല്യൂ ആയിട്ട് കിട്ടുക. ക്ലിയർ അല്ലേ. മോളിക്കുലാർ മാസ് കണ്ടെത്താൻ ഈസിയാണ്, പഠിച്ചല്ലോ. ഇനി അടുത്തൊരു ഭാഗത്തേക്ക് വരാം. 6.022 × 10⁻23 ഓക്സിജൻ തന്മാത്രകൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മാസ് 32 ഗ്രാം ആയിരിക്കും. മനസ്സിലായോ? ഇതാ നോക്കിയേ, O2ൻ്റെ മോളിക്കുലാർ മാസ് 32 എന്ന് നമ്മൾ കണ്ടെത്തി. അതായത് 6.022 × 10⁻23 ഓക്സിജൻ തന്മാത്രകൾ എടുത്താൽ അതിൻ്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് 32 ഗ്രാം ആയിരിക്കും. ഇത് ഓക്സിജൻ്റെ മോളിക്കുലാർ മാസ് ഗ്രാമിൽ പ്രസ്താവിക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കണ്ടോ, GAM ആണ്, ഗ്രാം ആറ്റോമിക മാസ് ആണ്. 32 എന്ന് മാത്രം എഴുതിയാൽ അതെന്തായി, അത് മോളിക്കുലാർ മാസ് ആണ് അല്ലേ, മോളിക്കുലാർ മാസ് ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഗ്രാമും കൂടി എഴുതിയാൽ നമുക്ക് എന്ത് കിട്ടും, ഗ്രാം ആറ്റോമിക മാസ്. ഈ രീതിയിലാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ. ഗ്രാം ആറ്റോമിക മാസ് നമ്മൾ ഗ്രാം എന്ന വാല്യൂ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ ഗ്രാം ആറ്റോമിക മാസ് നമുക്ക് കിട്ടി. അപ്പോൾ ഓക്സിജൻ്റെ ഗ്രാം ആറ്റോമിക മാസ് 32 ഗ്രാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. 022 × 10⁻23 ഓക്സിജൻ തന്മാത്രകൾ എടുത്താൽ അതിൻ്റെ മാസ് 32 ഗ്രാം ആയിരിക്കും നമ്മൾ കണ്ടെത്തി. ഇതാണ് ഓക്സിജൻ്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. ഓക്കെ. ഓക്സിജൻ്റെ മോളിക്കുലാർ മാസ് ഗ്രാമിൽ പ്രസ്താവിക്കുന്ന രീതിയാണിത്. ഓക്കെ. മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് 32 ആണ്. അതിൻ്റെ കൂടെ ഒരു ഗ്രാം കൂടി ഇട്ടു അല്ലേ. ആ ഒരു ഗ്രാമും കൂടി ഇട്ടപ്പോൾ എന്തായി, ഗ്രാം മോളിക്കുലാർ മാസായി. ഗ്രാം മോളിക്കുലാർ മാസ് നോക്കിയേ. 6.022 × 10⁻23 ഓക്സിജൻ തന്മാത്രകൾ എടുത്താൽ അതിൻ്റെ മാസ് എന്ന് പറയുന്നത് 32 ഗ്രാം ആണ്. നമ്മൾ കണ്ടെത്തിയ രീതി മനസ്സിലായല്ലോ ഓക്സിജൻ്റെ. അപ്പോൾ ഓക്സിജൻ നമ്മൾ 16 × 2 ചെയ്തിട്ടാണ് അല്ലേ, 16 × 2 ചെയ്തപ്പോഴാണ് അതിൻ്റെ മോളിക്കുലാർ മാസ് 32 ആയത്. അത് ആ മോളിക്കുലാർ മാസ് അത് ഗ്രാമിൽ പ്രസ്താവിക്കുന്നതാണ് ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ 6.022 × 10⁻23 കാർബൺ ഡൈ ഓക്സൈഡ് തന്മാത്രകൾ എടുത്താൽ അതിൻ്റെ മാസ് എത്രയായിരിക്കും? മോളിക്കുലാർ മാസ് 44 എന്ന് കിട്ടി. അപ്പോൾ ഗ്രാം മോളിക്കുലാർ മാസ് എത്രയായിരിക്കും? 44 ഗ്രാം ആയിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഈ ഒരു സംയുക്തത്തിൻ്റെ മോളാർ മാസ് നമ്മൾ കണ്ടെത്തി. ഓക്കെ. ഈ മാസിനെയാണ് അല്ലെങ്കിൽ ഈ ഗ്രാം മോളിക്കുലാർ മാസിനെയാണ് എന്ത് പറയുന്നത്, മോളാർ മാസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി അടുത്തൊരു ടേബിൾ നോക്കാം. അടുത്തൊരു ടേബിളിൽ നമുക്ക് ഒരു മോളാർ മാസ് അളവിൽ സംയുക്തം എടുത്താൽ അതിൽ 1 മോൾ തന്മാത്രകൾ ഉണ്ടായിരിക്കും കേട്ടോ. ഈ ഒരു പോയിന്റ് കൂടി പഠിച്ചു വെച്ചേക്കാം. അതായത് ഒരു മോളാർ മാസ്, ഒരു ഗ്രാം മോളിക്കുലാർ മാസ്, അതാണല്ലോ ഈ മോളാർ മാസ്.
അപ്പോൾ ഗ്രാം മോളിക്കുലാർ മാസ് അളവിൽ ഒരു സംയുക്തം എടുത്താൽ അതിൽ 1 മോൾ തന്മാത്രകൾ ഉണ്ടായിരിക്കും. 1 മോൾ തന്മാത്രകൾ ഉണ്ടായിരിക്കും. ആ തന്മാത്രകളുടെ എണ്ണം എന്ന് പറയുന്നത് 6.022 × 10⁻23 ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി നോക്കിയേ, ഇവിടെ അമോണിയം നമ്മൾ പറഞ്ഞു 17 ആണെന്ന് പറഞ്ഞു അല്ലേ? അതിൻ്റെ മോളാർ മാസ് അല്ലെ ഗ്രാം മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് 17 ഗ്രാം ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിലെ മോളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 1 മോളാണ്. തന്മാത്രകളുടെ എണ്ണം ആണെങ്കിലോ 6.022 × 10⁻23 ആയിരിക്കും. ഇനി അടുത്തത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളിക്കുലാർ മാസ് 44 ആണ്. നമ്മൾ നേരത്തെ കണ്ടെത്തിയതല്ലേ, 44 ആണ്. അപ്പോൾ അതിൻ്റെ മോളാർ മാസ് എത്രയാണ്? അത് ഗ്രാമിൽ പ്രസ്താവിക്കണം. അപ്പോൾ 44 ഗ്രാം എന്നായി, 1 മോളായി. പിന്നെ 6.022 × 10⁻23 ആണ്. വാട്ടറിൻ്റെ മോളിക്കുലാർ മാസ് എന്ന് പറയുന്നത് 18 ആണ് അല്ലേ? 18 ആണ്. അപ്പോൾ അതിൻ്റെ മോളാർ മാസ് എന്ന് പറയുമ്പോൾ ഗ്രാമിൽ പ്രസ്താവിക്കണം. 18 ഗ്രാം എന്ന് പറയും. ഈ 18 ഗ്രാമിൽ മോളുകളുടെ എണ്ണം എന്ന് പറയുന്നത് 1 ആയിരിക്കും. തന്മാത്രകളുടെ എണ്ണം എങ്ങനെയാണ്? 1 × 6.022 × 10⁻23 ആയിരിക്കും. ഇനി NO2ൽ മോളാർ മാസ് എന്ന് പറയുന്നത് 46 ഗ്രാം ആണ്. 46 ഗ്രാം ആണ്. കാരണം എന്താ? അതിൻ്റെ മോളിക്കുലാർ മാസ് 46 ആണ്. NO2 നൈട്രജൻ്റെ 14 ആണ്. അതുപോലെ O2 എന്ന് പറയുന്നത് ഒരു ഓയുടെ 16 ആണെങ്കിൽ 2 ഓയുടെ 32 ആണ്. 32 + 14 എന്ന് പറയുന്നത് 46 നമുക്ക് കിട്ടും. 46 ഗ്രാം ആണ് അതിൻ്റെ മോളാർ മാസ്. അവിടുത്തെ മോളുകളുടെ എണ്ണം 1 ആണ്. 6.022 × 10⁻23 തന്മാത്രകളായിരിക്കും ഉണ്ടാവുക. ഇനി CaCO3 ആണെങ്കിലോ, CaCO3 കാൽസ്യത്തിൻ്റെ നമുക്ക് തന്നിട്ടുണ്ട് 40 ആണ്. കാർബണിൻ്റേത് 12 ആണ്. പിന്നെ O3 16 × 3 കൊണ്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ 100 എന്ന് കിട്ടും കേട്ടോ. 100 ആണ് അതിൻ്റെ മോളിക്കുലാർ മാസ്. മോളാർ മാസ് എന്ന് പറയുമ്പോൾ 100 ഗ്രാം ആയി. പിന്നെ മോളുകളുടെ എണ്ണം 1, തന്മാത്രകളുടെ എണ്ണം 6.022 × 10⁻23 എന്നുള്ളത് വരും. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിൽ എത്ര മോൾ അടങ്ങിയിരിക്കുന്നു എന്ന് പറയണം. ഈ ടേബിൾ ഒബ്സർവ് ചെയ്തിട്ട് നമുക്ക് വാല്യൂ കണ്ടുപിടിക്കാം. 44 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിൽ എത്ര മോൾ ഉണ്ട്? 1 മോളാണ് ഉള്ളത് അല്ലേ? അങ്ങനെയെങ്കിൽ 88 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിൽ അടങ്ങിയ മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കുക. 44ൽ 1 മോളാണെങ്കിൽ 88ൽ 2 മോളായിരിക്കും അല്ലേ? അതെങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കുക? അവിടെ നമുക്കൊരു ഇക്വേഷൻ ഫോം ചെയ്യാം. മോളുകളുടെ എണ്ണം കാണാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്ന മാസ് ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ്. ഇവിടെ ഗിവൺ മാസ് എത്രയാണ്? 88 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിൽ അടങ്ങിയിരിക്കുന്ന മോളുകളുടെ എണ്ണമാണ് കാണണ്ടേ. അപ്പോൾ ഗിവൺ മാസ് എന്ന് പറയുന്നത് 88 ആണ്. 88 മോളാർ മാസ് എന്ന് പറയുന്നത് 44 ആണ്. 44 ആണ് മോളാർ മാസ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളാർ മാസ് കണ്ടോ, 44 ഗ്രാം ആണെന്ന് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മോളുകളുടെ എണ്ണം കിട്ടും. 2 മോൾ എന്നുള്ളത് കിട്ടും. ക്ലിയർ ആയല്ലോ ഈ പറഞ്ഞ കാര്യം? ഓക്കെ, മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളാർ മാസ് ചെയ്താൽ മതി. ഓക്കെ, ഇനി അടുത്ത ചോദ്യം. 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണം. 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണം എന്ന് പറയുന്നത് അവഗാഡ്രോ നമ്പറാണ്. 6.022 × 10⁻23 ആണ്. അങ്ങനെയെങ്കിൽ 2 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡിൽ അടങ്ങിയിരിക്കുന്ന തന്മാത്രകളുടെ എണ്ണം കാണാൻ എന്ത് ചെയ്താൽ മതി? 2 × 6.022 × 10⁻23 ചെയ്താൽ മതി അല്ലേ? ഇനി ഇവിടെ നമുക്കൊരു ബോക്സ് തന്നിട്ടുണ്ട്, ഫില്ല് ചെയ്യണം. NH3 അമോണിയാണ് ആദ്യം തന്നിരിക്കുന്നത്. അമോണിയയുടെ മോളാർ മാസ് കണ്ടെത്തണം. പിന്നെ തന്നിരിക്കുന്ന മാസ് 85 ഗ്രാം ആണ്. അതുപോലെ മോളുകളുടെ എണ്ണം കണ്ടെത്തണം. തന്മാത്രകളുടെ എണ്ണവും കണ്ടെത്തണം. അപ്പോൾ അമോണിയയുടെ മോളാർ മാസ് എങ്ങനെ കണ്ടെത്തും? നൈട്രജൻ്റെ എത്രയാണെന്ന് നമുക്കറിയാം, 14 ആണ്. 14. പിന്നെ വരുന്നത് ഹൈഡ്രജൻ എത്രയാണ്? 1 ആണ്. അപ്പോൾ 3 ഹൈഡ്രജൻ ഇല്ലേ? അപ്പോൾ 14 + 3 നമുക്ക് എന്ത് കിട്ടി? 17 എന്ന് കിട്ടി അല്ലേ? 17 ആണ് മോളാർ മാസ് വരുന്നത്. 17 ആണ്. ഇനി ഗിവൺ മാസ് 85 ഗ്രാം ആണ്. 85 ഗ്രാം. ഇനി മോളുകളുടെ എണ്ണം കണ്ടെത്തണം. എങ്ങനെയാണ് മോളുകളുടെ എണ്ണം കണ്ടെത്തുക? 85 ഡിവൈഡഡ് ബൈ 17 ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുത്തെ വാല്യൂ കിട്ടും. ഓക്കെ, അപ്പോൾ എത്രയാണ് വരിക? 5 വരും അല്ലേ? 5 ആണ് മോളുകളുടെ എണ്ണം വരുന്നത്. ഓക്കെ, 85 ഡിവൈഡഡ് ബൈ 17 ചെയ്യുമ്പോൾ നമുക്ക് 5 എന്ന വാല്യൂ കിട്ടും. ഇനി അപ്പോൾ ഇവിടുത്തെ തന്മാത്രകളുടെ എണ്ണം എത്രയാണ്? 5 × 6.022 × 10⁻23 ആണ്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളാർ മാസ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതല്ലേ? ഇതായി ഒരു ബോക്സ് നോക്കുക. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളാർ മാസ് നമ്മൾ ഓൾറെഡി കണ്ടെത്തിയതാണ്. 44 ആണ് മോളാർ മാസ് എന്ന് പറയുന്നത്. 44 ഗ്രാം ആണ്. ഗ്രാം എന്ന് കൂടി നിങ്ങൾ എഴുതണം കേട്ടോ, അത് വിട്ടുപോകരുത്. ഓക്കെ, മോളാർ മാസ് എന്ന് പറയുമ്പോൾ ഗ്രാമിലാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഗ്രാം എഴുതണം. തന്നിരിക്കുന്ന മാസ് 220 ഗ്രാം ആണ്. അപ്പോൾ മോളുകളുടെ എണ്ണം നമുക്ക് കണ്ടുപിടിക്കാം. മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 220 ഡിവൈഡഡ് ബൈ 44 ചെയ്താൽ മതി. 220 ഡിവൈഡഡ് ബൈ 44 ചെയ്യുമ്പോൾ നമുക്ക് കൊടുത്ത മോളുകളുടെ എണ്ണം കിട്ടും. 44 × 5 ആണ് വരിക. ഇവിടെ 5 ആണ് വരിക കേട്ടോ. 5 വരും. അപ്പോൾ ഇവിടെയോ തന്മാത്രകളുടെ എണ്ണവും നമുക്ക് എന്ത് കിട്ടും? 5 ×
6.022 ഇൻറ്റു 10⁻23 എന്ന വാല്യൂ ആയിരിക്കും കിട്ടുക. ഇൻറ്റു 10⁻23 എന്ന വാല്യൂ. ഇനി H2O നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചതായതുകൊണ്ട് ഇനി വീണ്ടും കണ്ടുപിടിക്കണമല്ലോ, അറിയാമല്ലോ. ഹൈഡ്രജൻ്റെ എന്താണ് 2 ഇൻറ്റു 1 പ്ലസ് ഓക്സിജൻ ഒന്നേ ഉള്ളൂ 1 ഇൻറ്റു 16. അപ്പോൾ 2 + 16 ചെയ്യുമ്പോൾ 18 കിട്ടും. 18 ഗ്രാം ആണ് വാട്ടറിൻ്റെ മോളിക്കുലാർ മാസ്. 18 ഗ്രാം. ഇനി NO2 ആണെങ്കിലോ നൈട്രജൻ്റെ നമുക്കറിയാം. നൈട്രജൻ്റെ എത്രയാണ്? 14 ആണ്. ഓക്സിജൻ്റെ വരുന്നത് 16 ആണ്. 16 ഇൻറ്റു 2 ചെയ്യണം. അങ്ങനെ വരുമ്പോൾ 46 ആയിരിക്കും കിട്ടുക. 46 ഗ്രാം കിട്ടും. പിന്നെ ഗ്ലൂക്കോസിൻ്റെ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്. 180 ഗ്രാം എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. 180 ഗ്രാം. ഗ്രാമിലാണ് ഇത് ഇൻഡിക്കേറ്റ് ചെയ്യേണ്ടത് കേട്ടോ. അതായത് ഗ്രാമിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നതാണ് ഇവിടുത്തെ വാല്യൂ. ഇനി അടുത്തത് തന്നിരിക്കുന്ന മാസ്. ഈ ഒരു കേസിൽ വാട്ടറിൻ്റെ കേസിൽ നമുക്കിവിടെ മാസ് തന്നിട്ടില്ല. ഗിവൺ മാസ് നമ്മൾ കണ്ടെത്തണം അല്ലേ. മോളുകളുടെ എണ്ണം തന്നിട്ടുണ്ട്. മോളുകളുടെ എണ്ണം തന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണ്ടെത്താം? മാസ് കണ്ടെത്താം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന മാസ് അല്ലെ ഗിവൺ മാസ് ഇല്ല. ഗിവൺ മാസ് കണ്ടെത്തിയാലാണ് നമുക്ക് ഈ പ്രോബ്ലം കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ഈ മാസ് എങ്ങനെയാണ് കണ്ടെത്തുന്നത്? മാസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? നമ്പർ ഓഫ് മോൾസ് ഈക്വൽ ടു ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ് എന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 10 ഇൻറ്റു 18 ചെയ്താൽ മതി അല്ലേ. 10 ഇൻറ്റു 18 ചെയ്യുമ്പോൾ ഇവിടെ എന്ത് കിട്ടും? 180 ഗ്രാം എന്ന് കിട്ടും. 180 ഗ്രാം. ഓക്കെ അല്ലേ. ഇനി അടുത്തത് NO2 ആണെങ്കിൽ 46 ഗ്രാം ആണ്. അതുപോലെ ഗിവൺ മാസ് 92 ഗ്രാമും ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മോളുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ 92 ഡിവൈഡഡ് ബൈ 46 ചെയ്യുക. ഇവിടെ എന്ത് കിട്ടും? 2 ആണ് മോൾസിൻ്റെ എണ്ണം. അപ്പോൾ തന്മാത്രകളുടെ എണ്ണം എത്രയായിരിക്കും? 2 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 എന്നുള്ള വാല്യൂ ഇവിടെ എഴുതാം കേട്ടോ. 6.022 ഇൻറ്റു 10⁻23. ഇനി ഗ്ലൂക്കോസ് ആണെങ്കിൽ 180 ഗ്രാം ആണ് മോളാർ മാസ്. തന്നിരിക്കുന്ന മാസ് 360 ആണ്. അപ്പോൾ ഇവിടെ എത്ര കിട്ടും? 2 ആണ്. 2 ആണ് മോളുകളുടെ എണ്ണം അല്ലേ. 360 ബൈ 180 ചെയ്യുമ്പോൾ 2 കിട്ടും. തന്മാത്രകളുടെ എണ്ണം 2 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 ആണ്. ഇനി NaCl ആകുമ്പോൾ അതിൻ്റെ ഗിവൺ മാസ് 1170 ഗ്രാം ആണ്. അതുപോലെ തന്നെ മോളാർ മാസ് 58.5 ഗ്രാം ആണ്. എന്താ ഈ പോയിന്റ് വന്നത്? ഇവിടെ ഈ ക്ലോറിൻ്റെ കണ്ടോ 35.5 ആണ്. അപ്പോൾ ആ വാല്യൂ ആഡ് ചെയ്തപ്പോഴാണ് ഇവിടെ 58.5 എന്ന് വന്നത്. സോഡിയത്തിൻ്റെ 33യും ക്ലോറിൻ്റെ 35.5 കൂടി ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് ഇവിടെ ഈ ഒരു വാല്യൂ 58.5 ഗ്രാം എന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് മോൾസ് എത്രയാണ്? നമ്പർ ഓഫ് മോൾസ് 1170യും 58.5 കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 20 എന്നാണ് കേട്ടോ. 20. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് മോൾസ് 20 കിട്ടി. ഇനി തന്മാത്രകളുടെ എണ്ണം എന്ത് ചെയ്യണം? 20 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23 എന്ന് കിട്ടും. ഈസി ആയിട്ട് നമുക്കിത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഈ ഒരു ചാപ്റ്റർ നമ്മളൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ നമുക്ക് പെട്ടെന്ന് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ. കെമിസ്ട്രി ബാക്ക്ഗ്രൗണ്ടിൽ സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്കാണ് ചെറിയൊരു ബുദ്ധിമുട്ട് വരിക. അപ്പോൾ അതുകൊണ്ട് ഒന്നുകൂടി ശ്രദ്ധിച്ച് നല്ല രീതിയിൽ ഒന്നും കൂടി പഠിച്ചാൽ ഈസി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി ഒരു പാട്ടും കൂടി നമുക്ക് വേണ്ടി വരും ഈ ഒരു ക്ലാസ് ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്കുള്ളത് ഐഡിയൽ ഗ്യാസ് ഇക്വേഷനൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊക്കെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. ഐഡിയൽ ഗ്യാസ് ഇക്വേഷനും അതുപോലെ വാതകങ്ങളുടെ വോളിയം മോളും തമ്മിലുള്ള റിലേഷനും കൂടിയൊക്കെയാണ് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ ഷെയർ ചെയ്ത് ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് കൂടി ജോയിൻ ചെയ്ത് അവിടെ വീക്ക്ലി സ്റ്റഡി പ്ലാനും ആ സ്റ്റഡി പ്ലാൻ ബേസ് ചെയ്തിട്ടുള്ള എക്സാംസും ഒക്കെ അവൈലബിൾ ആക്കുക. താങ്ക്